ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇപ്പോൾ അടച്ചിട്ട കോടതിയിലാണ് കേസ്. റിപ്പോർട്ട് നൽകി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. 5ാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് കൈമാറിയത്. കേസ് ഇപ്പോൾ ഹൈക്കോടതി അടച്ചിട്ട മുറിയിൽ പരിഗണിക്കുന്നു. അതേസമയം പാളികളുടെ കാലപ്പഴക്കത്തിൽ അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിൽ സാമ്പിൾ മറ്റൊരു ലാബിൽ വീണ്ടും പരിശോധനയ്ക്ക് അയക്കാനാണ് SIT ആലോചന. അതിനിടെ തന്ത്രി കണ്ഠർ രാജീവ് അവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയും ചെയ്യും. വിഷ്ണു സുരേഷും ഷഫീദ് റാവുത്തറും സൂര്യഗായത്രിയും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, ഈ ഇടക്കാല റിപ്പോർട്ടും അത് പരിഗണിക്കുന്നതും അതിൽ കോടതിയുടെ പരാമർശങ്ങളും അതിനിർണായകമാണ്. വിഷ്ണു, ഹാഷ്മി, വളരെ പ്രധാനപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട നടപടികളാണ് ഇപ്പോൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാകി 5ാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി നടപടികൾ അടച്ചിട്ട മുറിയിലാണ്. സാധാരണ കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ തവണയൊക്കെ കോടതി നടപടികൾ മ്യൂട്ട് ചെയ്ത നിലയിലായിരുന്നു. അതിനുശേഷം ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുന്ന ഘട്ടത്തിലാണ് എന്താണ് കോടതിയിൽ സംഭവിച്ചതെന്നും ഏത് ദിശയിലേക്കാണ് അന്വേഷണം പോകുന്നതെന്ന കാര്യത്തിലൊരു വ്യക്തത വരിക. ഇത്തവണയും അതുതന്നെയാണ്. ഇടക്കാല ഉത്തരവിലായിരിക്കും അക്കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുക. 10/9/2025 SIT രൂപീകരിക്കപ്പെടുന്നത്. 21/11/2025 2 കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നു. ഏകദേശം 3-4 മാസത്തേക്ക് അന്വേഷണം നടക്കുന്നു. 5 ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ എത്തുന്നു. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട നടപടികളാണ്. കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കോടതി പറഞ്ഞത് VSSC റിപ്പോർട്ടാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റായി മാറാൻ പോകുന്നതെന്ന് പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ടിന്റെ പ്രാഥമിക ഘട്ടം അത് കഴിഞ്ഞ തവണ സമർപ്പിച്ചപ്പോഴാണ് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ SITയോട് വീണ്ടും ഒരു പരിശോധന നടത്താൻ നിർദ്ദേശിച്ചത്. ആ പരിശോധന നടത്തി SIT VSSCയിലെ അന്തിമ റിപ്പോർട്ട് കൂടി ഇന്ന് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതും പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറത്തിറക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട് SITക്ക് മേലെന്നുള്ള ആക്ഷേപങ്ങൾ ഒരുപക്ഷെ SITയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് ഒരു സിംഗിൾ ബെഞ്ച് രംഗത്ത് വന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിന് പിന്നാലെയാണ് അതിനുശേഷം ആദ്യമായാണ് ഈ കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ തന്നെ SITക്ക് പൂർണ്ണ പിന്തുണ ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള കൂടുതൽ പിന്തുണ, കൂടുതൽ പരാമർശങ്ങൾ, കൂടുതൽ സമയം നീട്ടി നൽകുന്ന കാര്യങ്ങളൊക്കെ ഇന്നുണ്ടാകുമോ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് ഉച്ചയോടുകൂടിയായിരിക്കും ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങുക. വളരെ കഴിഞ്ഞ 1-2 ഇടക്കാല ഉത്തരവുകളിൽ സത്യം പറഞ്ഞാൽ കാര്യമായി അങ്ങനെ നേരത്തെ ഉള്ള 10 ഇടക്കാല ഉത്തരവുകൾക്ക് സമാനമായുള്ള വിവരങ്ങൾ കാര്യമായി ഉണ്ടായിരുന്നില്ല. അന്വേഷണം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് എന്നത് മാത്രമായിരുന്നു ഇടക്കാല ഉത്തരവുകളിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും അവസാനത്തെ 2 ഇടക്കാല ഉത്തരവ് അതിൽ നിന്ന് ഭിന്നമായി കുറച്ചുകൂടി വിശദമായി ഈ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടിപ്പോകുന്ന പശ്ചാത്തലത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്ത പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി വിശദമായി ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കണോ വിഷ്ണു? ഹാഷ്മി, ഉറപ്പായും ഒരു വിശദമായ ഇടക്കാല റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം VSSC പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ റിപ്പോർട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുമ്പാകെ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും ഹൈക്കോടതിക്ക് മുമ്പാകെ ഉണ്ട്. ഈ 3 പ്രതികൾക്ക് ജാമ്യം ലഭിച്ച കാര്യവും SIT കോടതിയെ അറിയിക്കും. സ്വാഭാവികമായും അതെല്ലാം പരിശോധിച്ച ശേഷം കേവലം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ നേരത്തെ, അതായത് കഴിഞ്ഞതിന് മുമ്പത്തെ റിപ്പോർട്ടിലാണ് അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ വിശദമായ റിപ്പോർട്ടിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ഉത്തരവിലേക്ക് പോകുന്നില്ല എന്ന് കോടതി പറഞ്ഞത്. പക്ഷേ നിലവിലെ സാഹചര്യം അങ്ങനെയല്ല. പ്രതികൾക്ക് ജാമ്യം കിട്ടിയ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെ SITക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം VSSCയിലെ അന്തിമ റിപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു വിശദമായ ഇടക്കാല റിപ്പോർട്ട് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അന്വേഷണത്തിന്റെ അടുത്ത ഡയമെൻഷൻ എങ്ങോട്ടാണെന്ന് സൂചന നൽകുന്നതായിരിക്കും. കഴിഞ്ഞ ഇടക്കാല ഉത്തരവിലാണ് അന്വേഷണം 4 ഘട്ടമായി തിരിച്ചുകൊണ്ട് നടത്താൻ ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്ത് വന്നത്. 1 ദ്വാരപാലക ശില്പം, 2 കട്ടിലപ്പാളി, 3 ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാട്, 4 2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. അങ്ങനെ 4 ഫേസുകളായി അന്വേഷണം നടത്താൻ കഴിഞ്ഞ ഇടക്കാല ഉത്തരവിലുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ചയായിരിക്കും ഇത്തവണത്തെ ഹൈക്കോടതിയുടെ ഉത്തരവെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഈ ഘടകങ്ങളായി ഇടക്കാല ഉത്തരവിൽ ഘടകങ്ങളായി വരാൻ പോകുന്ന കാര്യം, 1 ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ. നേരത്തെ അത് CBI ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് പറഞ്ഞതെങ്കിൽ ഇതിപ്പോൾ ഇതേ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകും. മറ്റൊന്ന് VSSCയുടെ അന്തിമ റിപ്പോർട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉണ്ട്. ഒപ്പം ഈ അന്വേഷണത്തിന്റെ മറ്റ് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് അങ്ങനെ 3 ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കും ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.